ഹലോ ഓൾ, നമ്മുടെ അടുത്ത ടോപ്പിക് എ സി ബ്രിഡ്ജസ് ആണ്. എ സി ബ്രിഡ്ജസ് എന്തിനാ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്, ലോസ് ഫാക്ടർ ഒക്കെ മെഷർ ചെയ്യാനായിട്ടാണ് ആക്ച്വലി എ സി ബ്രിഡ്ജ് യൂസ് ചെയ്യുന്നത്. എ സി ബ്രിഡ്ജ് ഇസ് നത്തിങ് ബട്ട് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഇറ്റ്സെൽഫ്. എ സി ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ എക്സ്റ്റൻഷൻ തന്നെയാണ്. പക്ഷേ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ നമ്മൾ ഡി സി സപ്ലൈ സോഴ്സ് ആണ് ഉപയോഗിച്ചതെങ്കിൽ എ സി ബ്രിഡ്ജിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു എ സി സപ്ലൈ സോഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് പല ടൈപ്പ് എ സി ബ്രിഡ്ജ് ഉണ്ട്. ബേസിക് എ സി ബ്രിഡ്ജ്, മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഹെയ്സ് ബ്രിഡ്ജ്, ആൻഡേഴ്സൺ ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ്, ഹെവിസൈഡ് ബ്രിഡ്ജ്, വീൻ ബ്രിഡ്ജ്, അവൻസ് ബ്രിഡ്ജ്, ഡിസോട്ടി ബ്രിഡ്ജ്, കാരിഫോസ്റ്റ് ബ്രിഡ്ജ് ഒക്കെ എക്സെട്ര. സോ സിലബസിൽ പറയുന്നതാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നത്. മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഷെറിംഗ് ബ്രിഡ്ജ് ആൻഡ് വീൻ ബ്രിഡ്ജ്. ഈ മൂന്നുമാണ് നമ്മൾ യൂഷ്വലി എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മളിവിടെ സിലബസിൽ പറയുന്നതുകൊണ്ട് ഈ മൂന്ന് മാത്രമേ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവുള്ളൂ. നമുക്ക് ആദ്യം ഒരു ബേസിക് എ സി ബ്രിഡ്ജ് പറഞ്ഞതിന് ശേഷം നമുക്ക് മാക്സ്വെൽസ് ബ്രിഡ്ജ് പറയാം. ഓക്കെ, ആദ്യം ഒരു ബേസിക് എ സി ബ്രിഡ്ജ് പറഞ്ഞതിന് ശേഷം അതൊരു ജനറൽ ഫോം എന്നുള്ള നിലയ്ക്ക് നമുക്ക് മാക്സ്വെൽസ് ബ്രിഡ്ജ് പറയാം. മാക്സ്വെൽസ് ഇൻഡക്റ്റൻസ് ബ്രിഡ്ജ് പറയാം. അപ്പൊ അത് ഇൻഡക്റ്റൻസ് മെഷർമെന്റിനാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. 2 സബ് ഡിവിഷൻ ഉണ്ട്. അത് പറയുന്ന സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ആദ്യം നമുക്കൊരു ബേസിക് എ സി ബ്രിഡ്ജ് എന്താണെന്ന് നോക്കാം. ഓക്കെ, സോ ദിസ് ഇസ് ദ ബേസിക് എ സി ബ്രിഡ്ജ്. അപ്പോൾ ബേസിക് എ സി ബ്രിഡ്ജിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വെച്ചാൽ വി ക്യാൻ മെഷർ ഇൻഡക്റ്റൻസ് ആസ് വെൽ ആസ് കപ്പാസിറ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എ സി ബ്രിഡ്ജ്. അപ്പോൾ യൂഷ്വലി നമുക്ക് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ വേണം. ഒന്ന് ഒരു സോഴ്സും വേണം, അതുപോലെ തന്നെ ഒരു ഡിറ്റക്ടറും വേണം. എ സി ബ്രിഡ്ജിനകത്ത് ഞാനൊരു ഫിഗർ കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവും. ഇവിടെ നമ്മൾ 2 കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. നമുക്കൊരു സോഴ്സും വേണം, അതുപോലെ തന്നെ ഒരു ഡിറ്റക്ടറും വേണം. സോഴ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എ സി സോഴ്സ് ആണ്. ഡിറ്റക്ടർ പല ടൈപ്പ് ഡിവൈസുകളാവാം ഡിറ്റക്ടേഴ്സ്. ഇതാണ് നമ്മളൊരു ഡിറ്റക്ടർ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു സോഴ്സും ഒരു ഡിറ്റക്ടറും വേണം. നമ്മൾ നേരത്തെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ കേസിൽ ഈ ഡിറ്റക്ടർ എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിരുന്നത് ഒരു ഗാൽവനോമീറ്റർ തന്നെയാണ്. ഇവിടെ എ സി ബ്രിഡ്ജിന്റെ കേസിൽ നമുക്ക് പല പോസിബിലിറ്റി ഉണ്ട് ഡിറ്റക്ടേഴ്സിന്. ഓക്കെ, അതുപോലെ തന്നെ സോഴ്സിനും പല പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് പോസിബിലിറ്റീസ് എന്ന് നോക്കാം. ഫോർ സോഴ്സ് വി ഹാവ് ഡിഫറെന്റ് പോസിബിലിറ്റീസ്. ഒരു പോസിബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ലോ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് പവർ ലൈനിൽ നേരിട്ട് കൊടുക്കാം, അതായത് സപ്ലൈന്ന് നേരിട്ട് നമുക്ക് എ സി സോഴ്സ് ഉപയോഗിക്കാം. സപ്ലൈ ലൈനിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു പ്ലഗ് കുത്തി വെച്ചിട്ട് നമുക്ക് എ സി സോഴ്സ് ഉപയോഗിക്കാം. അതേസമയം നമുക്ക് ഹൈ ഫ്രീക്വൻസി ആണ് വേണ്ടതെങ്കിൽ നമ്മളൊരു ഇലക്ട്രോണിക് ഓസിലേറ്റർ ആയിട്ടുള്ള ടൈപ്പ് സോഴ്സ് ആണ് ഉപയോഗിക്കുക. അപ്പൊ പവർ സപ്ലൈ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇലക്ട്രോണിക്സ് ലാബിൽ പോയിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും ഒരു പെട്ടി പോലൊരു സാധനം, ഒരു പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ട്. അതിൽ നമുക്ക് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാം, വോൾട്ടേജ് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനത്തെ രീതിയിൽ ഒരു ബോക്സ് പോലെ വേരിയബിൾ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പവർ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് ഒരു റെക്ടാങ്കുലർ ഒരു ബോക്സ് പോലെ കിട്ടും, ഒരു പെട്ടി പോലെ ഇരിക്കുന്ന ഒരു സാധനം. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പവർ സപ്ലൈ കൊടുക്കാം. അപ്പൊ അത് ഫ്രീക്വൻസി മാറ്റി മാറ്റി കൊടുക്കാം എന്നതാണ് അതിന്റെ പ്രത്യേകത. ഹൈ ഫ്രീക്വൻസിയിൽ കൊടുക്കാൻ പറ്റും എന്നതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ സപ്ലൈന്ന് എടുത്ത് കൊടുക്കുമ്പോൾ വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പവർ പ്ലഗ് കുത്തിയിട്ട് സപ്ലൈന്ന് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് 230 വോൾട്ട് 50 ഹെർട്സ് എന്ന എ സി ആണ് നമുക്ക് കിട്ടുന്നത്. അതിന് നമ്മൾ ആ പവർ സപ്ലൈ കൊടുക്കുന്ന യൂണിറ്റിനകത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിട്ട് നമ്മളൊരു ട്രാൻസ്ഫോമർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ പറ്റും. പക്ഷെ ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നെയായിരിക്കും അല്ലെ. നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ മൊബൈൽ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു ചെറിയൊരു എന്താ പറയാ 230 വോൾട്ട് എന്നുള്ളതിനെ റെഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് ഫ്രീക്വൻസി വരുന്നത് 50 ഹെർട്സിൽ തന്നെയാണ്. നമ്മൾ എ സി ആണ് നമുക്ക് കിട്ടണമെങ്കിൽ ഫ്രീക്വൻസി വരുന്നത്. അതല്ല ഡി സി ആണ് കിട്ടണമെങ്കിൽ നമ്മളൊരു റെക്ടിഫയർ ഉപയോഗിച്ചിട്ട് അതിനെ ഡി സിനെ എ സി ആയിട്ട് കൺവേർട്ട് ചെയ്ത് എ സിനെ ഡി സി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടായിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ എ സി തന്നെ നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ നമുക്ക് 50 ഹെർട്സിൽ തന്നെയാണ് ഡയറക്റ്റ് പവർ സപ്ലൈന്ന് വലിച്ചു കഴിഞ്ഞാൽ കിട്ടുക. കാരണം കെ സി ബി തരുന്നത് 50 ഹെർട്സ് സപ്ലൈ ആണ്. അതേസമയം നമ്മളൊരു പവർ സപ്ലൈ യൂണിറ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പല പല ഫ്രീക്വൻസിയിൽ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമുക്കൊരു ഡിറ്റക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ഡിറ്റക്ടർ പല ടൈപ്പ് ഡിറ്റക്ടേഴ്സ് ആവാം. എന്തൊക്കെയാണ് ഡിറ്റക്ടേഴ്സ് ആവാൻ പറ്റുന്ന പോസിബിലിറ്റീസ്? വൈബ്രേഷൻ ഗാൽവനോമീറ്റർ ആവാം, ട്യൂണബിൾ ആംപ്ലിഫയർ ഡിറ്റക്ടർ ആവാം, ഹെഡ്ഫോൺ ആവാം. ഇതെല്ലാം നമുക്ക് പല ടൈപ്പ് ഡിറ്റക്ടേഴ്സ് ആവാം. അപ്പോൾ ഹെഡ്ഫോൺ ആണെങ്കിൽ നമുക്ക് ഏത് ഫ്രീക്വൻസിയിലാണോ നമുക്ക് സപ്ലൈ വേണ്ടേ എന്നതിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കുന്ന ഡിറ്റക്ടറിലും വ്യത്യാസം ഉണ്ടാവും. ഹെഡ്ഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വി ക്യാൻ ഹാവ് എ ഫ്രീക്വൻസി ബിറ്റ്വീൻ 250 ഹെർട്സ് ടു 4 കിലോ ഹെർട്സ് വരെയാണെങ്കിൽ നമുക്ക് ഹെഡ്ഫോൺ ആണ് നമ്മൾ ഡിറ്റക്ടറായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് അത് വെച്ച് നോക്കിയിട്ട് നമുക്ക് അറിയാൻ പറ്റും നമുക്ക് അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ബാലൻസ്ഡ് ആയോ ബ്രിഡ്ജ് എന്ന് അറിയാൻ പറ്റും. അതേസമയം നമ്മളൊരു പവർ ആൻഡ് ലോ ഓഡിയോ ഫ്രീക്വൻസിക്കാണ്, അതായത് 5 ഹെർട്സ് ടു 1000 ഹെർട്സ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വൈബ്രേഷൻ ഗാൽവനോമീറ്റർ ആണ് ഉപയോഗിക്കാം. വൈബ്രേഷൻ ഗാൽവനോമീറ്റർ ആണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കാം. 200 ഹെർട്സിന്റെ താഴെയാണെങ്കിൽ നമ്മൾ യൂഷ്വലി വൈബ്രേഷൻ ഗാൽവനോമീറ്റർ ആണ് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ട്യൂണബിൾ ആംപ്ലിഫയർ ഡിറ്റക്ടർ ഉണ്ട്. 10 കിലോ ഹെർട്സ് ടു 100 കിലോ ഹെർട്സ് വരെയാണെങ്കിൽ നമ്മൾ ട്യൂണബിൾ ആംപ്ലിഫയർ ഡിറ്റക്ടർ ആണ് യൂസ് ചെയ്യാം. അപ്പൊ നമ്മുടെ റിക്വയർമെന്റ് എന്താണ് എന്നതിനനുസരിച്ച്
നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ഡിറ്റക്ടേഴ്സിന് വ്യത്യാസമുണ്ട്. അതായത് ഈ കാണിച്ചിരിക്കുന്ന ഡിറ്റക്ടർ പല ടൈപ്പ് ഡിറ്റക്ടേഴ്സ് ആവാന്ന് പറഞ്ഞു. എന്തൊക്കെയാണ് പല ടൈപ്പ് ഡിറ്റക്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It can be a headphone type detector, it can be a vibration galvanometer, or it can be a tunable amplifier detector, depending upon the frequency at which you are using the supply. ഈ കൊടുക്കുന്ന സപ്ലൈ ഏത് ഫ്രീക്വൻസിയിലാണോ നിങ്ങൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റ് എന്താണോ എന്നതിനനുസരിച്ച് നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഡിറ്റക്ടറിനും വ്യത്യാസമുണ്ടാവും. It can be a headphone, it can be a galvanometer, or it can be a tunable amplifier detector. ഇതിൽ ഏത് വേണമെങ്കിലും നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഒരു ജനറൽ എ സി ബ്രിഡ്ജിന്റെ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ജനറൽ എ സി ബ്രിഡ്ജിന്റെ റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ ഇംപിഡൻസുകൾ കാണിച്ചിട്ടുണ്ട്. Z1, Z2, Z1, Z2, Z3 ആൻഡ് Z4 എന്ന് പറഞ്ഞ് 4 ഇംപിഡൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു ഇംപിഡൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് എ റെസിസ്റ്റൻസ് ആൻഡ് ആൻ ഇൻഡക്ടൻസ്. വൺ പോസിബിലിറ്റി. നെക്സ്റ്റ് പോസിബിലിറ്റി ഇസ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ് ആൻഡ് എ കപ്പാസിറ്റൻസ്. ഓക്കെ, ഇപ്പൊ രണ്ട് പോസിബിലിറ്റി നമ്മൾ പറഞ്ഞു. റെസിസ്റ്റൻസും ഇൻഡക്ടൻസും തമ്മിലൊരു കോമ്പിനേഷൻ ആവും, അതായത് RL എന്നൊരു കോമ്പിനേഷൻ ആവാം, മറ്റൊന്ന് RC എന്നൊരു കോമ്പിനേഷൻ ആവാം, അല്ലെങ്കിൽ RLC എന്ന് നമ്മൾ പറയാം. RLC എന്ന് നമ്മൾ പറഞ്ഞാൽ നമുക്ക് അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് RL അല്ലെങ്കിൽ RC എന്ന് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. RLC എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ ആവാം, അതായത് ഒരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു ഇൻഡക്ടർ ഉണ്ടാവും, ഒരു കപ്പാസിറ്റർ ഉണ്ടാവും. ഈ 3 പോസിബിലിറ്റി നമുക്ക് എക്സിസ്റ്റിംഗ് ആണ് ഈ ഇംപിഡൻസ് എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് ബാലൻസ്ഡ് കണ്ടീഷൻ ആവുന്ന സമയത്ത്, നമ്മുടെ ബ്രിഡ്ജ് ബാലൻസ്ഡ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നമുക്ക് ചില റിക്വയർമെന്റ്സ് ഉണ്ട്. എന്താണ് റിക്വയർമെന്റ്? ബാലൻസ്ഡ് കണ്ടീഷൻ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് ഡിറ്റക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല. നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ അത് ബാലൻസ്ഡ് കണ്ടീഷൻ ആണെങ്കിൽ നമുക്ക് ഗാൽവനോമീറ്ററിന് റിഫ്ലക്ഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഡിറ്റക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യില്ല എന്നാണ് അർത്ഥം. അതിന്റെ അർത്ഥം ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ബിയുടെയും ഡിയുടെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണെന്ന് അർത്ഥം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഡി ഇസ് ഈക്വൽ ടു 0. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിയുടെയും ഡിയുടെയും ഇടയിൽ 0 ആണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്ന കണ്ടീഷനാണ്. എന്താണ്? E1 should be equal to 0. E1 should be equal to E2. E1 ഉം E2 ഉം സെയിം ആയിരിക്കണം അല്ലെ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? E1 ഉം E2 ഉം സെയിം ആയിരിക്കണം. E1 ഉം E2 ഉം സെയിം ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ്, അതായത് AB എന്ന് പറഞ്ഞ ടെർമിനലിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഇസ് ഈക്വൽ ടു AD എന്ന് പറഞ്ഞ ടെർമിനലിനെ അക്രോസ് ഉള്ള വോൾട്ടേജ്, വിച്ച് മീൻസ് I1 Z1 is equal to I2 Z2. അതെങ്ങനെയാ പറയാൻ പറ്റുന്നത്? ഇതിനെ അക്രോസ് ഉള്ള എക്കും ബിക്കും അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ E1 ആണ്. അതിന്റെ അർത്ഥം അതിൽ കൂടെയുള്ള കറണ്ട് ഇൻറ്റു അതിന്റെ ഇംപിഡൻസ്. റെസിസ്റ്റൻസ് എന്നാണ് നമ്മൾ നേരത്തെ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ പറഞ്ഞിരുന്നത്. ഇവിടെ റെസിസ്റ്റൻസിന് പകരം അതിനെ ഇംപിഡൻസിന് റീപ്ലേസ് ചെയ്യണം, വിച്ച് മീൻസ് I1 Z1 is equal to I2 Z2. I1 Z1 is equal to I2 Z2 എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ I1 Z1 is equal to I2 Z2. വീറ്റ്സ്റ്റണിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ, അതാണ് അത് അധികം റിപ്പീറ്റ് ചെയ്യാത്തത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമുക്കറിയാം, ഇതിലെ കറണ്ട് ഫ്ലോ ഇല്ല എന്ന് പറഞ്ഞ അർത്ഥം ഈ പോയിന്റിൽ algebraic sum of the currents meeting at this junction is equal to algebraic sum of the currents leaving the junction, അല്ലെങ്കിൽ algebraic sum of the currents entering the junction is equal to algebraic sum of the currents leaving the junction as per Kirchhoff's current law, which means ഇതിലെ കറണ്ട് ഒന്നും, അതായത് ഈ ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഡിറ്റക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ എത്തുന്നതെല്ലാം ഇങ്ങോട്ട് വരുന്നതെല്ലാം ഇവിടുന്ന് പുറത്തേക്ക് പോകണം. ഇങ്ങോട്ട് വരുന്നതെല്ലാം എന്ന് പറഞ്ഞാൽ I1 ആണ് ഇങ്ങോട്ട് വരുന്നത്, അത് I3 ആണ് പുറത്തേക്ക് പോകുന്നത്, വിച്ച് മീൻസ് I1 should be equal to I3. I1 should be equal to I3. ആ ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, I1 should be equal to I3. അതിന്റെ അർത്ഥം I1 should be equal to I3 എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? I1 equal to I3. അതിന്റെ അർത്ഥം എന്താണ്? ഇത് രണ്ടും സെയിം ആണ് അല്ലെ? രണ്ടും സെയിം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? E ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3 അല്ലെ? ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ AC എന്ന് പറഞ്ഞാൽ നമ്മൾ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? EC ബ്രിഡ്ജിൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു ഡിറ്റക്ടർ കാണിച്ചിട്ട് ഇങ്ങനെ ഒരു ഫിഗർ നമ്മൾ AC ബ്രിഡ്ജിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഫിഗർ ഇവിടെയും നമുക്ക് ആപ്ലിക്കബിൾ ആണ്. അതിന്റെ അർത്ഥം ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജും, അതായത് AC എന്ന് പറഞ്ഞതിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഇതിലെ, അതായത് ABC എന്ന് പറഞ്ഞതിന് അക്രോസ് ഉള്ള വോൾട്ടേജും ADC എന്ന് പറഞ്ഞതിന് അക്രോസ് ഉള്ള വോൾട്ടേജും സെയിം ആണ് എന്ന് പറഞ്ഞ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിൽ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സെയിം കാര്യം ഇവിടെയും ആപ്ലിക്കബിൾ ആണ്, വിച്ച് മീൻസ് ഇതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള കറണ്ട് ഇൻറ്റു ഇതിന്റെ റെസിസ്റ്റൻസ് വരും. ഇതിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? I1. അതുപോലെ അതിലുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിലുള്ള റെസിസ്റ്റൻസ്. അതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ? E. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഇവിടെ സപ്ലൈ സോഴ്സ് കാണിച്ചിട്ടുണ്ട് E അല്ലെ? അതാണ് അതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ്. ഇവിടെ നമ്മൾ ഇവിടെ ഒരു സപ്ലൈ സോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് E ആയിരിക്കും. E ഡിവൈഡഡ് ബൈ
അതിലുള്ള റെസിസ്റ്റൻസ്, ഇ ഡിവൈഡഡ് ബൈ അതിലുള്ള റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ അത്രയും പറയാത്തതിന്റെ ആ ഇക്വേഷൻ എഴുതി കാണിക്കാത്തതിന്റെ കാര്യം വീറ്റ്സ്റ്റണിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഇ ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3, ഇ ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3, ഇതിനെ ക്രോസ് ഉള്ള വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അതിലുള്ള ഇംപെഡൻസ്. Z1 ഉം Z3 സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഡിറ്റക്ടറിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവിടെ ഞാനൊരു സാധനം വെക്കുന്നതും വെക്കാത്തതും ഒരുപോലെ തന്നെയാണ്. വിച്ച് മീൻസ് ഇ ഡിവൈഡഡ് ബൈ Z1 പ്ലസ് Z3, I1 is equal to I3 is equal to E divided by Z1 plus Z3. അതേപോലെ I2 is equal to I4 is equal to E divided by Z2 plus Z4. E2 divided by E divided by Z2 plus Z4. അതിന്റെ അർത്ഥം നമുക്ക് എന്ത് ചെയ്യാം? ഇനെ നമുക്ക് അറിയുന്ന വേറൊരു കാര്യമുണ്ട്. I1 equal to I3 equal to I2 I4 അറിയാം. അപ്പൊ ആ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? Z1 Z4 is equal to രണ്ടിനെയും കൂടെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Z1 Z4 is equal to Z2 Z3 എന്ന ഇക്വേഷൻ കിട്ടും. Z1 Z4 is equal to Z2 Z3 എന്ന് പറഞ്ഞ ഇക്വേഷൻ കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ഇത് ഇംപിഡൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് അഡ്മിറ്റൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? Z1 Z4 is equal to Z2 Z3 എന്ന് പറയുന്നതിന് പകരം അഡ്മിറ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യാറുള്ളത് Y എന്ന ആൽഫബറ്റ് ഉപയോഗിച്ചിട്ടാണ്. വിച്ച് മീൻസ് Y1 Y4 is equal to എന്ത് പറയാൻ പറ്റും? Y2 Y3. Y1 Y4 is equal to Y2 Y3. എന്താ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നെങ്കിൽ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ് എളുപ്പമായിരിക്കാം. Y1 Y4 is equal to Y2 Y3. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിന്റെ അർത്ഥം ഇത് ഞാൻ കാണിച്ചിരിക്കുന്നത് Z എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പോലെയല്ല. അതിനൊരു ഇൻഡക്റ്റീവ് പാർട്ടും ഒരു റെസിസ്റ്റീവ് പാർട്ടും, അല്ലെങ്കിൽ ഒരു ഇൻഡക്റ്റീവ് പാർട്ടും ഒരു കപ്പാസിറ്റീവ് പാർട്ടും ഉണ്ടാവും. നമുക്ക് രണ്ട് തരത്തിൽ റെപ്രസെന്റ് ചെയ്യാം അതിനെ. ഒന്ന് പോളാർ ഫോം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം, മറ്റൊന്ന് റെക്ടാംഗുലർ ഫോം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. രണ്ട് ടൈപ്പ് റെപ്രസെന്റേഷൻ ആണ് നമുക്കുള്ളത്. ഒന്ന് പോളാർ റെപ്രസെന്റേഷനും മറ്റൊന്ന് റെക്ടാംഗുലർ റെപ്രസെന്റേഷനും. അപ്പോൾ രണ്ട് തരത്തിലും അത് ശരിയായിരിക്കണം അല്ലെ? രണ്ട് തരത്തിലാണെങ്കിലും അത് നമുക്ക് റെപ്രസെന്റേഷൻ ആംഗിൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. Z1 Z4 നമ്മൾ ഒരു പോളാർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിനെ എങ്ങനെ എഴുതാം? Z1 എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് Z1 ഇൻറ്റു ആംഗിൾ θ1 എന്ന് എഴുതാം. Z1 ആംഗിൾ θ1 എന്ന് എഴുതാം. അതേപോലെ തന്നെ Z4 എനിക്ക് എന്ത് എഴുതാം? Z4 ആംഗിൾ θ4 എന്ന് എഴുതാം. Z4 ആംഗിൾ θ4 എന്ന് എഴുതാം. ഓക്കെ, Z4 ആംഗിൾ θ4 എന്ന് എഴുതാം. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു Z2 ആംഗിൾ θ2 Z2 ആംഗിൾ θ2 ഇൻറ്റു Z2 ആംഗിൾ θ2 ഇൻറ്റു Z3 ആംഗിൾ θ3 എന്നാണ് അർത്ഥം. Z3 ആംഗിൾ θ3 എന്നാണ് അർത്ഥം. Z3 ആംഗിൾ θ3 എന്നാണ് അർത്ഥം. അപ്പൊ ഈ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? ഇങ്ങനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് മാഗ്നിറ്റ്യൂഡ്സ് തമ്മിൽ മൾട്ടിപ്ലൈഡ് ആവുകയാണ് ചെയ്യുക, ആംഗിളുകൾ തമ്മിൽ ആഡ് ആവുകയാണ് ചെയ്യുക. വിച്ച് മീൻസ് ഐ ക്യാൻ സേ മാഗ്നിറ്റ്യൂഡ് ഓഫ് Z1 Z4 is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് എന്തായിരിക്കും വരിക? Z2 Z3 is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് Z2 Z3. അതേപോലെ തന്നെ എനിക്ക് ഒരു കാര്യം കൂടെ പറയാൻ പറ്റും. എന്താണ് മറ്റേ കാര്യം പറയാൻ പറ്റുന്നത്? ആംഗിൾ തമ്മിൽ പറയുന്ന സമയത്ത് എനിക്ക് എന്ത് പറയാൻ പറ്റും? ആംഗിൾ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ എഴുതിയത്. ആംഗിൾ θ1 പ്ലസ് ആംഗിൾ θ4 ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ θ1 പ്ലസ് ആംഗിൾ θ4 ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ θ2 പ്ലസ് ആംഗിൾ θ3. ആംഗിൾ θ2 പ്ലസ് ആംഗിൾ θ3 രണ്ടും ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്കിത് ബാലൻസ്ഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു എന്ന് പറയാൻ പറ്റും. ആംഗിൾ θ1 പ്ലസ് ആംഗിൾ θ4 is equal to ആംഗിൾ θ2 പ്ലസ് ആംഗിൾ θ3. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് Z1 ഇൻറ്റു Z4 is equal to മാഗ്നിറ്റ്യൂഡ് ഓഫ് Z1 ഇൻറ്റു Z4 is equal to എന്തായിരിക്കണം? മാഗ്നിറ്റ്യൂഡ് ഓഫ് Z2 ഇൻറ്റു Z3. മാഗ്നിറ്റ്യൂഡ് ഓഫ് Z2 ഇൻറ്റു Z3. അത് ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നന്നായി മനസ്സിലാവും. അതേപോലെ തന്നെ നമുക്ക് ഇതിനെ പോളാർ ഫോമിലും റെപ്രസെന്റ് ചെയ്ത് എഴുതാം, റെക്ടാംഗുലർ ഫോമിലും റെപ്രസെന്റ് ചെയ്ത് എഴുതാം. ഇതിപ്പോ ഞാൻ കാണിച്ചത് പോളാർ ഫോമിലെ റെപ്രസെന്റേഷൻ ആണ്. മറ്റൊരു റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞാൽ Z1 is equal to R1 plus JXL1, R1 plus JXL1, R2 plus JXL2 എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. താങ്ക് യു. ഇനി ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഫേസ് ആംഗിൾ പോസിറ്റീവ് ആയിരിക്കും ഇൻഡക്റ്റീവ് ആണെങ്കിൽ, അതുപോലെ നെഗറ്റീവ് ആയിരിക്കും കപ്പാസിറ്റൻസ് ആണെങ്കിൽ. അപ്പോൾ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് അപ് ടു ദിസ്. താങ്ക് യു ഓൾ. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായി മനസ്സിലാവും. ഓക്കെ.